Eighth one, centralization and decentralization. Centralization means concentration of authority in the hands of few, that is, top management. Decentralization means division of authority among various levels in an organization. 8. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. ചുരുക്കം ചിലരുടെ കയ്യിൽ, അതായത് ഉന്നത മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ മാത്രമാണ് അധികാരമുള്ളതെങ്കിൽ ആ അവസ്ഥയാണ് കേന്ദ്രീകരണം എന്ന് പറയുന്നത്. എന്നാൽ ഒരു സ്ഥാപനത്തിലെ വിവിധ തലങ്ങളിലേക്ക് അധികാരം വീതിച്ചു കൊടുത്താൽ അതിനെ വികേന്ദ്രീകരണം എന്ന് പറയുന്നു. Fayol viewed that organization need a balance between centralization and decentralization. There should be a balanced subordinate involvement through decentralization. And at the same time, the final authority should be retained by the top managers through centralization. ഫയോളിൻ്റെ വീക്ഷണത്തിൽ കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ സ്ഥാപനത്തിന് ആവശ്യമാണ്. വികേന്ദ്രീകരണത്തിലൂടെ ജീവനക്കാരുടെ സന്തുലിതമായ ഇടപെടൽ ആവശ്യമാണ്. അതേസമയം കേന്ദ്രീകരണത്തിലൂടെ അന്തിമ അധികാരം ഉന്നത മാനേജർമാർ നിലനിർത്തുകയും വേണം. ദി ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ are determined on the basis of the size and nature of the business, type of activities, and the nature of organizational structure. For example, large organizations have more decentralization than small organizations. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിർണ്ണയിക്കുന്നത് ബിസിനസ്സിൻ്റെ വലുപ്പം, സ്വഭാവം, പ്രവർത്തന രീതി, സ്ഥാപനത്തിൻ്റെ ഘടന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന്, വലിയ സ്ഥാപനങ്ങൾക്ക് ചെറിയ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ വികേന്ദ്രീകരണമുണ്ടായിരിക്കും. Ninth one, scalar chain. Scalar chain refers to the chain of superiors ranking from the top authority down to the lowest level in an organization for the purpose of communication. It is a path should be followed by managers and subordinates to pass all the official communication from top to bottom or bottom to top. As per this principle, orders, instructions or messages of official nature must pass only through the proper channel of authority. 9. സ്കാലാർ ചെയിൻ. ആശയവിനിമയത്തിനായി ഒരു സ്ഥാപനത്തിലെ ഉയർന്ന അധികാരതലം മുതൽ ഏറ്റവും താഴ്ന്ന തലം വരെയുള്ള മേലുദ്യോഗസ്ഥരുടെ സുപ്പീരിയേഴ്സ് ശൃംഖലയെയാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് താഴേക്കോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കോ ഉള്ള എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും കൈമാറാൻ മാനേജർമാരും കീഴ്ജീവനക്കാരും പിന്തുടരേണ്ട പാതയാണിത്. ഈ തത്വമനുസരിച്ച് ഔദ്യോഗിക സ്വഭാവമുള്ള ആജ്ഞകൾ, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ ശരിയായ അധികാരപാത വഴി മാത്രമേ കടന്നു പോകാവൂ. However, Fayol pointed out that at the time of emergency, this chain results in communication lag. To avoid this delay at the time of emergency,
he introduced a concept called gangplank, which short circuit the chain and ensure quick communication. Gangplank is the shortest route through which communication can be made during emergency without any delay. This means a person in a section can directly communicate with those in other section having the same rank. എന്നിരുന്നാലും ഈ ശൃംഖല അടിയന്തര സമയത്ത് ആശയവിനിമയത്തിന് കാലതാമസമുണ്ടാക്കുമെന്ന് ഫയോൾ ചൂണ്ടിക്കാട്ടി. അടിയന്തര സമയത്ത് ഈ കാലതാമസം ഒഴിവാക്കാൻ അദ്ദേഹം ഗാങ്പ്ലാങ്ക് എന്ന ആശയം അവതരിപ്പിച്ചു. അത് ശൃംഖലയുടെ ദൈർഘ്യം കുറച്ച് അതിവേഗ ആശയവിനിമയം ഉറപ്പാക്കുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ കാലതാമസമില്ലാതെ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ഏറ്റവും ചെറിയ പാതയാണ് ഗാങ്പ്ലാങ്ക്. ഇതിനർത്ഥം ഒരു വിഭാഗത്തിലെ ഒരു വ്യക്തിക്ക് സമാന റാങ്കുള്ള മറ്റ് വിഭാഗത്തിലുള്ളവരുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ കഴിയുമെന്നതാണ്. ഫോളോയിങ് ഫിഗർ ഗീവ്സ് എ ക്ലിയർ പിക്ചർ അബൌട്ട് ഇറ്റ്. A is the head of two sections. Under A, P, Q, R, S, T are the authorities in a section from top to bottom. Like that, to other section, U, V, W, X, Y are the authorities under A from top to bottom. Here, P and U are in the same rank of authority, but belongs in two sections. Like that, Q and V, R and W, S and X, T and Y. ഇനി കാണാൻ പോകുന്ന ചിത്രം ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്നു. രണ്ട് വിഭാഗങ്ങളുടെ തലവനാണ് എ. എയ്ക്ക് കീഴിൽ ഒരു വിഭാഗത്തിലെ മുകളിൽ നിന്ന് താഴെ വരെയുള്ള അധികാരികളാണ് പി, ക്യു, ആർ, എസ്, ടി. അതുപോലെ തന്നെ എയ്ക്ക് കീഴിലുള്ള മറ്റൊരു വിഭാഗത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വരെയുള്ള അധികാരികളാണ് യു, വി, ഡബ്ല്യു, എക്സ്, വൈ. ഇവിടെ പിയും യുവും ഒരേ റാങ്കുള്ള അധികാരികളാണ്, പക്ഷേ അവർ രണ്ട് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്യൂവും വിയും, ആറും ഡബ്ല്യുവും, എസും എക്സും, ടിയും വൈയും. ആർ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡബ്ല്യു. For that, as per the principle of scalar chain, R should pass the message to Q, then Q to P, P to A to U, U to V, and finally the message to W from V. This will create communication lag. If the situation is emergency, and both the parties of communication, that is R and W, are in the same rank of authority, as per Gangplank, R can directly communicate with W. ആറിന് ഡബ്ല്യുവുമായി ആശയവിനിമയം നടത്തണം. അതിന് സ്കാലാർ ചെയിൻ തത്വമനുസരിച്ച് സന്ദേശം ആറ് ക്യൂവിന് കൈമാറണം. ക്യൂ അത് പിയിലേക്ക് കൈമാറും. പി അത് എയിലേക്കും, എ അത് യുവിലേക്കും, യു അത് വിയിലേക്കും, അവസാനമായി വി ആ സന്ദേശം ഡബ്ല്യുവിലേക്ക് കൈമാറും. ഇത് ആശയവിനിമയത്തിന് കാലതാമസമുണ്ടാക്കും. അടിയന്തര ഘട്ടങ്ങളിൽ ആശയവിനിമയം നടത്തുന്ന വ്യക്തികൾ, അതായത്
ആറും ഡബ്ല്യുവും ഒരേ റാങ്ക് ഉള്ളവരാണെങ്കിൽ ഗാങ് പ്ലാങ് പ്രകാരം ആറിന് നേരിട്ട് ഡബ്ല്യുവുമായി ആശയവിനിമയം നടത്താം. Ten. Order. Order is an essential for proper and systematic working of an organization. It means arrangement of people and things. Arrangement of things are called material order, which means there must be a place for everything and everything must be in that place. Arrangement of people is called social order, which means there must be an appointed place for every employee and every employee must be in his or her appointed place. 10. ക്രമീകരണം. ഒരു സ്ഥാപനത്തിൻ്റെ ശരിയായതും ചിട്ടയായതുമായ പ്രവർത്തനത്തിന് ക്രമീകരണം അത്യാവശ്യമാണ്. ഇത് അർത്ഥമാക്കുന്നത് ആളുകളുടെയും വസ്തുക്കളുടെയും ക്രമീകരണമാണ്. വസ്തുക്കളുടെ ക്രമീകരണത്തെ മെറ്റീരിയൽ ഓർഡർ എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം എല്ലാ വസ്തുക്കൾക്കും ഒരു സ്ഥലമുണ്ടായിരിക്കണം. അവിടെ ആയിരിക്കണം ഓരോ വസ്തുക്കളും ഇരിക്കേണ്ടത്. ആളുകളുടെ ക്രമീകരണത്തെ സോഷ്യൽ ഓർഡർ എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം ഓരോ ജീവനക്കാർക്കും ഒരു നിശ്ചിത സ്ഥലമുണ്ടായിരിക്കണം. അവിടെ ഇരുന്നായിരിക്കണം ഓരോ ജീവനക്കാരും ജോലി ചെയ്യേണ്ടത്. ഇഫ് ദർ ഈസ് എ ഫിക്സഡ് പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ദെയർ, then there will be no hindrance in the activities of the business or factory. This will enable an organization to get the best result. എല്ലാത്തിനും ഒരു നിശ്ചിത സ്ഥലമുണ്ടെങ്കിൽ, ഓരോന്നും അവിടെ തന്നെയാണെങ്കിൽ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഫാക്ടറിയുടെ പ്രവർത്തനങ്ങളിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല. ഇത് മികച്ച ഫലം നേടാൻ സ്ഥാപനത്തെ പ്രാപ്തമാക്കുന്നു. Equity. Equity means fair and impartial approach of management towards the subordinates. This principle emphasizes the importance of kindliness and justice in the behavior of management towards the workers, which creates healthy industrial relationship among them. 11. തുല്യത. കീഴ് ജീവനക്കാരോടുള്ള മാനേജ്മെൻറ്റിൻ്റെ ന്യായവും നിഷ്പക്ഷവുമായ സമീപനത്തെയാണ് ഇക്വിറ്റി അല്ലെങ്കിൽ തുല്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തൊഴിലാളികളോടുള്ള മാനേജർമാരുടെ പെരുമാറ്റത്തിൽ കാരുണ്യത്തിൻ്റെയും നീതിയുടെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ തത്വം ഊന്നിപ്പറയുന്നത്. ഇത് മാനേജ്മെൻറ്റും തൊഴിലാളികളും തമ്മിൽ ആരോഗ്യപരമായ വ്യാവസായിക ബന്ധം സൃഷ്ടിക്കുവാൻ സഹായിക്കുന്നു. There should be no discrimination against anyone on account of sex, religion, language, caste, belief, nationality, etc. This will create loyalty and devotion towards organization. Fayol also point out that should handle the lazy personnel strictly for giving the message that everyone is equal in the eyes of management. ആൺ പെൺ വ്യത്യാസം, മതം, ഭാഷ
ജാതി, വിശ്വാസം, ദേശീയത തുടങ്ങിയ കാരണങ്ങളാൽ ആരോടും വിവേചനം കാണിക്കരുത്. ഇത് സ്ഥാപനത്തിനോടുള്ള വിശ്വസ്തതയും ഭക്തിയും സൃഷ്ടിക്കും. കൂടാതെ മാനേജ്മെൻറ്റിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെന്ന സന്ദേശം നൽകുന്നതിന് മടിയന്മാരായ ജീവനക്കാരെ കർശനമായി കൈകാര്യം ചെയ്യണമെന്നും ഫയോൾ ചൂണ്ടിക്കാട്ടുന്നു. Twelfth one, stability of personnel. Stability of job is essential to motivate the workers to do more and better work. This principle stated that employees should not be changed from one position to another frequently, but should give reasonable time in a position to show their ability. 12. ഉദ്യോഗസ്ഥരുടെ സ്ഥിരത. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവനക്കാരെ ജോലി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതിന് ജോലി സ്ഥിരത അനിവാര്യമാണ്. ജീവനക്കാരെ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റരുതെന്ന് ഈ തത്വം പ്രസ്താവിക്കുന്നു. എന്നാൽ ജോലിയിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിന് ഒരു സ്ഥാനത്ത് ന്യായമായ സമയം അല്ലെങ്കിൽ കാലാവധി നൽകേണ്ടതുണ്ട്. If an employee is frequently transferred from one job to another, there would be chance for employee turnover, which may result in high recruitment, selection and training cost. Therefore, management must provide stability of job to the workers. ഒരു ജീവനക്കാരനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥാനത്തു നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുകയാണെങ്കിൽ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കിന് സാധ്യതയുണ്ട്. ഇത് പുതിയ ജീവനക്കാരെ കണ്ടെത്തി തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുന്ന ചെലവ് വർദ്ധിപ്പിക്കുന്നതാണ്. അതിനാൽ മാനേജ്മെൻറ്റ് ജീവനക്കാർക്ക് ജോലി സ്ഥിരത നൽകേണ്ടതുണ്ട്. Initiative. Initiative means taking the first step with self-motivation for implementing a plan or freedom to thinking out and execute a plan. 13. മുൻകൈ. മുൻകൈ എന്നാൽ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നതിന് സ്വയം പ്രചോദനം ഉൾക്കൊണ്ട് പ്ലാൻ നടപ്പിലാക്കാൻ ആവശ്യമായ ആദ്യ നടപടി എടുക്കുക എന്നാണ്. അല്ലെങ്കിൽ ഒരു പ്ലാൻ ചിന്തിച്ച് നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം എന്നാണ്. ഫയോൾ stated that employees at all levels should be encouraged to thinking out and execute the assigned task in a better way. But it should be within the established practices of business. This will provide satisfaction to employees. However, initiative should be subject to authority relationship defined in the scalar chain and the employee's sense of discipline. നൽകിയ ചുമതലകൾ നല്ല രീതിയിൽ ചിന്തിക്കാനും നടപ്പിലാക്കാനും എല്ലാ തലങ്ങളിലുമുള്ള ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്ന് ഫയോൾ പ്രസ്താവിച്ചു. എന്നാൽ അത് ബിസിനസ്സിൻ്റെ സ്ഥാപിത രീതികൾക്കുള്ളിലായിരിക്കണം. ഇത് ജീവനക്കാർക്ക് സംതൃപ്തി നൽകുന്നു. എന്നിരുന്നാലും മുൻകൈ സ്കാലാർ ചെയിനിൽ പറഞ്ഞിരിക്കുന്ന അധികാരബന്ധത്തിനും ജീവനക്കാരുടെ അച്ചടക്ക ബോധത്തിനും വിധേയമായിരിക്കണം. Esprit de corps. Management should promote teamwork among the workers to achieve best possible result, which will create team spirit of unity and harmony among them. It will also promote the spirit of cooperation
among all the personnel in an organization. Managers should use the term we instead of I in their conversation. 14. എസ്പിരിറ്റ് ഡി കോപ്സ് അല്ലെങ്കിൽ ഐക്യമാണ് ശക്തി. സാധ്യമായ മികച്ച ഫലം നേടുന്നതിന് മാനേജ്മെൻറ്റ് ജീവനക്കാർക്കിടയിൽ ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇത് ജീവനക്കാർക്കിടയിൽ ഒത്തൊരുമ അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് സൃഷ്ടിക്കുന്നു. കൂടാതെ ഇത് ഒരു സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരിലും സഹകരണത്തിൻ്റെ ആവേശം ഉത്തേജിപ്പിക്കുവാൻ സഹായിക്കുന്നു. മാനേജർമാർ അവരുടെ സംഭാഷണത്തിൽ ഞാൻ എന്ന പദത്തിന് പകരം നമ്മൾ എന്ന പദം ഉപയോഗിക്കേണ്ടതാണ്. ടീം സ്പിരിറ്റ് ഹെൽപ്സ് ടു റൈസ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് എമംഗ് ദി വർക്കേഴ്സ്. It will also minimize the need for using penalties. ഒത്തൊരുമ അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് ജീവനക്കാർക്കിടയിൽ പരസ്പര വിശ്വാസത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അന്തരീക്ഷം വളർത്താൻ സഹായിക്കും. ഇത് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ആവശ്യകത കുറയ്ക്കും.